ഹായ് ഫാമിലി, വെൽക്കം ബാക്ക് മൈ ചാനൽ മിറാസ് ടൈം. ഞാൻ ഇന്ന് പോകുന്നത് ഞെട്ടയുടെ സൗന്ദര്യ കാഴ്ചകൾ. അവിടെ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് പറയുന്നത്. അവിടെ എന്തെന്ന് അറിയാമല്ലോ, അതൊന്നും നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷം. ഞെട്ടയിൽ പോകുന്ന മുമ്പേ ഇവിടെ കണ്ടല്ലോ ഈ സ്ഥലം. കണ്ടല്ലോ, പുളപ്പായി. അപ്പം നമ്മൾ ഈ സ്ഥലം ഞെട്ടേന്ന സ്ഥലത്തിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച ഫസ്റ്റിൽ കണ്ട ഒരു സാധനമുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ടോക്കൂ. സംഭവം ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലായിടത്തും ഇറച്ചി സ്പെഷ്യലാണ്. നമ്മൾ ഇറച്ചിയല്ല, നമ്മൾ മീനിലോട്ടാണ് പോണത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇത് കണ്ടല്ലോ, ഇതാണ് ആറ്റുതീര റെസ്റ്റോറൻറ്റ്. നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെയാണ്. കരിയപ്പല്ല നാടൻ. എന്തെല്ലാം ആയാണ്, എല്ലാം ആയാ? അപ്പോ കണ്ടാ, ഇത് കണ്ടാ, ഡാം ഫിഷാണ്. ഈ ഡാമിലെ ഫിഷാണ് അല്ലേ അണ്ണാ? ഇതെന്തിനാണ് സാധനം? ഇത് സിലോപ്പിയ. ഇത് തലയാണ്, തല. അതായത് ഇത് കട്ടലല്ലേ, കട്ടലയുടെ തലയാണ്. ഈ തലക്കറി റെഡിയാവാൻ വേണ്ടി ഏകദേശം 1 മണിക്കൂർ എടുക്കും. ബാക്കി അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴുകിക്കൊണ്ട്. നല്ല പണിയാണിത്. രണ്ടു കൂടെ ഒന്ന് ചെയ്യാനുണ്ടല്ലോ. ഇനി അടുത്ത ഓരോ പീസല്ല നീ കാണിക്കണം. ആ പീസ് 5-6 പീസ് അടിക്കാൻ പറ്റും. കണ്ടാ, ഫ്രൈ ചെയ്യണ പീസാണ്. ഇത്രയും വലിയ പീസാണ് ഫ്രൈ ചെയ്യണത്. അതായത് നമ്മൾ ഈ ഞെട്ടയിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാമിൻ്റെ അടുത്തുള്ള ഫിഷ് എടുത്തിട്ട് ആ ഫിഷ് അവർ ചൂടായിട്ട് ഫ്രൈ ചെയ്ത്, അതാണ് അതിൻ്റെ സ്പെഷ്യൽ. അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് എന്തായിരുന്നാലും അങ്ങോട്ട് പോയിട്ട് വരാം. സംഭവം തലക്കറിയുടെ തലയാണ്. കണ്ടല്ലോ, നമ്മൾ നേരത്തെ കഴിക്കുന്ന തലയാണ്. ഇപ്പൊ എത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കട്ടലയാണ് അല്ലേ ചേച്ചി? കട്ടലല്ലേ? ഓക്കെ. അപ്പം ഈ തല നമ്മളത് തിളച്ചിട്ടേ ഉള്ളൂ. അപ്പം ഈ കറിയിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി, ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ള കറിയിൽ? ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാം കടുവളച്ച് മൂപ്പിച്ചിട്ട്, പിന്നെ ഇതിന്റെ കാശ്മീരി മുളക്, തക്കാളി ഇടോ? ഇല്ല, അങ്ങനത്തെ ഐറ്റം ഒന്നും ഇടില്ല. ഉലുവപ്പൊടി, പിന്നെ കുരുമുളകിന്റെ പൊടി, മഞ്ഞപ്പൊടി, പിന്നെ പുളിയിൽ വന്നിട്ട് വാളംപുളിയുണ്ട്, പിണംപുളിയുണ്ട്. രണ്ടും ഇടും. 2 പുളിയും നല്ല തിളച്ചതിന് ശേഷം ഈ സാധനം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആട്ടി കൈ കൊണ്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കും. ഓക്കെ, അതാണ് സംഭവം തലക്കറി. അടുത്ത കപ്പ അവിടെ കണ്ടാ? ചൂടാണ്. അപ്പോ കണ്ട കപ്പ കണ്ട പൊളപ്പായി. സംഭവം എല്ലാം റെഡി ആയിരിക്കാണ്. ഇനി ആൾക്കാർ വന്നാ മതി. പൊളപ്പൻ വയൽക്കപ്പ കിച്ചടി അടിപൊളിയായിട്ട് കിച്ചടി റെഡി ആയിരിക്കുന്നു. അടുത്ത പരിപ്പ് കണ്ട, എല്ലാം റെഡിയാണ്. ഇതെന്താണ് സാധനം? ബീഫ്. ഇവിടെയൊക്കെ പായസം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ പായസം ഉണ്ട് കേട്ടോ, സ്പെഷ്യലാണ് ഇവിടുത്തെ. പിന്നെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചൊക്കെയാണ് അവർ. മാങ്ങ അച്ചാർ കണ്ടാ, മാങ്ങ അച്ചാറെല്ലാം സൂപ്പറാണ് റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് വന്നിട്ട് അവിയൽ, ചൂട് തോരൻ കണ്ടാ. തലകിടയാണ് കേട്ടോ, തിളച്ച് നമ്മളാ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഓരോ തലയായിട്ടിട്ട് റെഡിയാക്കി എടുക്കും. തല ഇട്ടപ്പോ തന്നെ തിളച്ചപ്പോ തന്നെ മണം ഉണ്ടല്ലോ, മൂക്കിൽ ഇടിച്ച് കയറാണ്.
അണ്ണൻ്റെ കടയിൽ എല്ലാ ഐറ്റവും എത്തിയിട്ടുണ്ട്. തല, ബീഫ്, നാടൻ കോഴി, ഇടിലം ഫ്രൈ. ഞാൻ എവിടെ നിന്ന് തുടങ്ങുമെന്ന് അറിഞ്ഞൂടാ. എങ്കിലും തലക്കറിയുടെ ഗ്രേവിയും ലേശം കിഴങ്ങും തലക്കറിയുടെ ഗ്രേവി ഇതാ ഒഴിച്ച് ഞവടി പുളിയൻ കറിയാണ്. പുളിയൻ എരിയുണ്ട്, പുളിയുണ്ട്. പിന്നെ ഫ്രൈ തണുക്ക് മുമ്പേ കഴിക്കണം. ഡാംബിഷാണ്. ഇവിടെ കഴിക്കാൻ പൊളിയാണ്. ചമ്മന്തി 2 ഐറ്റം ഉണ്ട്. ചമ്മന്തി അപ്പോൾ ഭയങ്കര അരി. ഇതും പൊളിയാണ്. ലേശം നാടൻ കോഴി ലേശം. കട്ടിയാണ്, നാടൻ തന്നെ. ബീഫ് ബീഫും കൊള്ളാം. എല്ലാം ഒരു നമ്മുടെ ഷാപ്പിലേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. പിന്നെ ഇനി എല്ലാം കൂടെ നോക്കിയിട്ട് ഇത് പറയാനുള്ള സമയം എനിക്കില്ല. എനിക്ക് വിശക്കാണ്. ഞാൻ എല്ലാം വാരി കഴിക്കാൻ പോയുള്ളൂ. ഇത് തിരക്കണ്ടല്ലോ. ഇതിൻ്റെ എല്ലാം ഒരു കോംബോ ഉണ്ട്. അതായത് ഫിഷ് ഫ്രൈ, ഒരു പീസ് ഫിഷ് ഫ്രൈ, നാടൻ കോഴി, ബീഫ്, പിന്നെ ഈ എല്ലാ ഐറ്റവും. പക്ഷെ തല വരില്ല. തല പ്രതീക്ഷിക്കും 250 രൂപ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ട അപ്പോൾ പൊളപ്പ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. പൊളപ്പ് സംഭവം കണ്ടല്ലോ. ഞെട്ടയിലെ കാഴ്ചകളെല്ലാവരും കണ്ടല്ലോ. ഇതും ഇതിൻ്റെ അപ്പുറം ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം ഞെക്കണം. താഴെ വല്ലതും വീഴുന്ന അറിയാലോ. വെള്ളത്തിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ പൊളപ്പൻ